Dreams do come true. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അപ്പം കുറച്ച് 1-2 ഫ്രണ്ട്സ് ഇവിടെ വരാനുണ്ട്. അവരോട് വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് ഒഫീഷ്യലി അൺവീൽ ചെയ്യാം. നമ്മൾ നമ്മുടെ ഡീറ്റെയിലറിൻ്റെ ഇതിലേക്ക് എവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വണ്ടി റോഷ കേട്ടോ അറിയായിരിക്കുമല്ലോ, നാളത്തെ ഏറ്റവും ബെസ്റ്റ് ഡീറ്റെയിലറാണ്. അപ്പോൾ ഇവരുടെ ഒരു നാനോ കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രീമിയം ഫാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാറ്റലൈറ്റിലൊക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്വിസ്മേഡാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഈ സ്റ്റിയറിങ്ങിൽ കുറച്ച് പാടുണ്ട്. പിന്നെ അവിടെ ലെതറി കണ്ടോ, അവിടെ ലെതറി കുറച്ച് വൃത്തികേടായിട്ടിരിപ്പുണ്ട്. പിന്നെ ഇന്ത്യയിലൊക്കെ ക്ലീനാണ്, എന്നാലും നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എത്രമാത്രം വ്യത്യാസം വരുന്നുള്ളത് നോക്കാം. ഇത് നിങ്ങൾ റാപ്പിങ്ങിന് ഇട്ടേക്കുന്ന വണ്ടിയായിരിക്കും അല്ലേ? റാപ്പിങ്ങും ഉണ്ട് ഫുള്ള്. മറ്റേ വൈജന്മാരുടെ ഒക്കെ നമ്മളിവിടെ ശരി. കളറ് കൊള്ളാമല്ലോ, എലവേറ്റിനല്ലേ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇവരുടെ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കി വണ്ടി കാണാം. കൊടുത്താക്കും, കീ കൊടുത്തു. അപ്പോൾ ഇവർക്ക് ശരിക്കും ഇവിടെ 2 ഷോറൂമുണ്ട്. ഇവരുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോകാം കേട്ടോ. ഡ്രീംസ് ഡു കം ട്രൂ. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള നമ്മുടെ ഒരു 3 സീരീസ്. 10-75 ലക്ഷം രൂപയൊന്നും കൊടുത്തിട്ടില്ല. വളരെ നല്ല വാല്യുബിളായിട്ടൊരു ഡീല് വന്നപ്പം നമ്മൾ അവനെ അങ്ങ് ബുക്ക് ചെയ്താണ്. എനിക്ക് 330 പെട്രോൾ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ 320 ഡീസൽ ഈസ് ഓൾസോ സോ ഗുഡ്. അത് നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവർ സീറ്റിലിരുന്ന് ഓടിക്കുമ്പം നിങ്ങൾക്ക് ആ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ, നമ്മൾ ആ ഒരു നാനോ കോട്ടിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വണ്ടീനെ നമ്മുടെ സ്ഥിരം കേരളത്തിലല്ലാത്ത ഒരു ബൈപ്പാസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ആക്സലേഷൻ ടെസ്റ്റ് കാണിച്ചു തരാം, നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ടെസ്റ്റ് നോക്കാം. ഡ്രിഫ്റ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഈ നാനോ കോട്ടിങ് ചെയ്തുകൊണ്ട് 2 ആഴ്ചത്തേക്ക് ഇവനെ വാഷ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഡ്രിഫ്റ്റിങ് നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. നമ്മൾ നമ്പരൊക്കെ മാറ്റാൻ കൊടുത്തിട്ടുണ്ട്. NOCക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രിഫ്റ്റിങ് ഞാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, നമുക്ക് പഠിക്കാം. എനിക്ക് ഈ 3 സീരീസ് എടുക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവൻ റിയർ വീൽ ഡ്രൈവാണ്. റിയർ വീൽ ഡ്രൈവ് വണ്ടിയുടെ ഒരു ഫീല് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഇവൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയുണ്ട്, നമ്മളെക്കൊണ്ട് ഇവനെ മേച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിനി കുറേ കാലത്തേക്ക് സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു തരാം. അപ്പോൾ ബേസിക്കലി നമുക്കിതിൻ്റെ ഒരു എക്സ്റ്റേണൽ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ F30 സീരീസിൽ വരുന്ന 320D ആണ്. ഇത് F സീരീസാണ്. 2019 വരെയാണ് BMW അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇവരവരുടെ G സീരീസ് എന്ന് പറയുന്ന G വേരിയൻറ്റിലേക്ക് പോയി. അതാണ് പുതിയ ഗ്രില്ലൊക്കെ, പുതിയ ഗ്രില്ലല്ല, വേറൊരു ടൈപ്പിലെ ഗ്രിൽ ഡിസൈനൊക്കെ വരുന്നത്. ഇതാണ് ഇവൻ്റെ ഫേമസ് ആയിട്ടുള്ള F30 ഡിസൈൻ, അല്ല F30 ചേസിസ് എന്ന് പറയുന്നത്. ശരിക്കും BMWൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു ഡിസൈനിലൊന്നാണ് കേട്ടോ ഈ F30 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് രസമാണെന്ന് നോക്കിയാൽ ആ ഒരു ലൈറ്റ്സും അതുപോലെ തന്നെ ആ ഒരു കിഡ്നി ഗ്രില്ലും ഭയങ്കര പ്രോപ്പറായിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ ഇതവൻ്റെ ലക്ഷറി ലൈനാണ്, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ഇതിന് തൊട്ട് മുകളിൽ എനിക്ക് തോന്നുന്നത് M സ്പോട്ട് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. പക്ഷേ M സ്പോട്ട് മോഡലിന് വരുന്ന വ്യത്യാസം ഗ്രില്ല് കുറച്ചുകൂടെ ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബമ്പർ കിറ്റ് വ്യത്യാസമുണ്ട്. എനിക്ക് M സ്പോട്ടാണ് നമുക്ക് ആഗ്രഹം. നമുക്ക് കുറച്ചാളുടെ കഴിയുമ്പോൾ ഇവന് M സ്പോട്ട് കിറ്റ് കയറ്റി അലവി മാറ്റി ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ കളർ എന്ന് പറയുന്നത് എങ്ങനെയുണ്ട്? ശരിക്കും നമ്മൾ ആ ഒരു നാനോ കോട്ടിങ് കൂടെ ചെയ്തപ്പം ക്യാമറയ്ക്കകത്ത് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. റോഷോയുടെ നാനോ കോട്ടിങ് നമ്മൾ ചെയ്തല്ലോ, മാരകം എന്ന് പറഞ്ഞാൽ മാരകമാണ്. ഒരു പുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു കാർ എന്തൂസിയാസ്റ്റ് ചോദിച്ചു, എന്ന് പറഞ്ഞാൽ ഇപ്പോഴും F30 കമ്പനി പുതിയത് കൊടുക്കുന്നുണ്ടെന്ന്. ഇത് പുതിയതെല്ലാം വെച്ചാൽ 6 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ അത് മനസ്സിലാവാത്തത് മേ ബി സെറാമിക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നാനോ കോട്ടിങ്ങിൻ്റെ ഒക്കെ ആയിരിക്കും. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇവന് ശരിക്കും 2-3 ഓപ്ഷൻസിൽ അന്ന് കമ്പനി അവൈലബിൾ ആയിരുന്നു. അതിൽ ലെതറുണ്ട്, അതുപോലെ തന്നെ ടാനുണ്ട്. എനിക്ക് ഏറ്റവും ബ്ലാക്കും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ടാന്. അപ്പോൾ നമ്മൾ ആ ഒരു ടാൻ വണ്ടിയും കൂടെ കണ്ടപ്പോഴത്തേക്കും അവനെ അങ്ങ് എടുത്തു. ഇത് 2018 വേരിയൻ്റാണ് കേട്ടോ, 2018 ഇതാണ് കേട്ടോ ഇവൻ്റെ കീ വരുന്നത്. നമുക്ക് കീയിൽ ഈ BMW ബട്ടനെ പിടിച്ച് നോക്കിയാൽ വണ്ടി ലോക്കാവും, അൺലോക്കാവും. ഞാൻ രാത്രി കാണിച്ചു തരാം.
വേറെ ലെവലാണ്. എനിക്ക് തോന്നുന്നു ലൈക്ക് ഇത് പല പല സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ 2018 ഏറ്റവും പുതിയ F30 മോഡൽ ആയതുകൊണ്ട് എൻ്റെ ബാക്കിലത്തെ ടെയിൽ ലാംപ്സ് ഡിഫറൻസ് ഉണ്ട്. ഒറിജിനൽ ഡ്യുവൽ ലൈക്ക് എന്താ പറയുക ഡ്യുവൽ എക്സോസ്റ്റ് ആണ് വരുന്നത്. 17 ഇഞ്ചിൻ്റെ വീൽസാണ്. 225 ആണ് അതിൻ്റെ ഇത് വരുന്നത്, ടയർ സൈസ് വരുന്നത്. നല്ല നല്ല ഗ്രിപ്പ് വരുന്നുണ്ട് അവന്. പിന്നെ നമ്മുടെ ഏഞ്ചൽ ലാംപ്സ് വരുന്നുണ്ട്. ലൈക്ക് ദിസ് ഈസ് ലൈക്ക് ഔട്ട്സൈഡിനെ കുറിച്ച് പറഞ്ഞ് കൂടുതൽ സമയം കളയേണ്ട കാര്യമുണ്ടോ. 190 NM ആണ് വരുന്നത്. അതായത് 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെ. എഞ്ചിൻ പേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുകയാണെങ്കിൽ ദിസ് ഈസ് വെയർ ഓൾ ദ ഡിഫറൻസ് ഈസ് മെയ്ഡ്. ദിസ് തിങ് ഭയങ്കര ഒരു ഫീലാട്ടോ ഇവനെടുത്ത് കഴിയുമ്പോഴത്തേക്കും. ഡീസലാണെങ്കിലും വലിയ കുലുക്കോ ബഹളമോ ഒന്നും ഇല്ലാതെ തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് AC ഒന്ന് ഓണാക്കാം. AC ഓണാക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട കൂളിംഗ് ഒക്കെ കിട്ടിക്കോളും. ഇതാണ് ഇവൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? സൺറൂഫ് വരുന്നുണ്ട്. ആ ഒരു പ്രീമിയം ടാൻ ഇൻറ്റീരിയറാണ്. ഇതാണ് ഇവൻ്റെ സ്റ്റിയറിംഗ് ഗിയർ നോബ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജസ്റ്റ് ലൈക്ക് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഒരു ഇത് തരാം. ഞാൻ അങ്ങനെ ഒരു 320D തപ്പി കുറേ തപ്പി ഒരു ഡൽഹി വണ്ടി എടുക്കാൻ തുടങ്ങി. എന്തോ കാരണങ്ങൾ കൊണ്ട് അത് സ്കിപ്പായിപ്പോയി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ വെസ്റ്റ് ബംഗാൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഇതുപോലൊരു അടിപൊളി വണ്ടി കിടക്കുന്നു. സിംഗിൾ ഓണർ ആയിരുന്നു. 2018 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ഏറ്റവും പുതിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടാൻ ഇൻറ്റീരിയർ. നിങ്ങൾക്ക് ഈ കളർ കോംബോ ഇഷ്ടമാണെന്നൊന്ന് പറയണേ. ടാൻ ഇൻറ്റീരിയർ, ലക്ഷറി ലൈന് ഇതുണ്ട്. എൻ്റെ മീറ്ററൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ മീറ്റർ വരുന്ന സാധനമാണ്. ഇവൻ മറ്റേ ഇതൊക്കെ വരുമ്പോഴത്തേക്കും 2017 മോഡൽ വരുമ്പോൾ ഡിജിറ്റൽ മീറ്റർ അല്ല, ഇതിൻ്റെ സ്ക്രീൻ സൈസ് വലുതാണ്. പിന്നെ അതിലൊക്കെ ഉപരി നമ്മൾ ഇത് സ്പോർട്സിലോട്ട് ഇട്ടിട്ട് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ട്യൂൺഡ് പോലും അല്ല വണ്ടി, എന്നാൽ പോലും എന്ത് ഫുൾ സിംഗിൾ ആക്സിലേറ്റ് ചെയ്യുന്ന. ഇപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്ക് ടെസ്റ്റും കൂടെ കാണിക്കുകയാണെങ്കിൽ ബാക്കിൽ വണ്ടിയൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് അവൻ പിടിച്ച് നിൽക്കും. 4 ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ബാക്കി കിടന്ന സാധനങ്ങൾ റോഷോയുടെ കവർ അത് താഴെ പോയിട്ടുണ്ട്. പിന്നെ റോഷോയുടെ നാനോ കോട്ടിങ് ഒരു രക്ഷയില്ല കേട്ടോ. ലൈക്ക് വണ്ടി ഒരു പുത്തൻ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കിയ പോലെയാണ് ഇപ്പം പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ. നിങ്ങൾക്ക് പുറത്തെ ഷോർട്സ് ഒക്കെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. വേണ്ട എല്ലാവിധ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. 190 വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു മീറ്റർ ഉണ്ട്. ആ മീറ്ററിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെഹിക്കിൾ സെറ്റ് ടച്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ iDrive എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും. 200 HP പവറും അതുപോലെ തന്നെ 400 NM ടോക്കുമാണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിന്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മെയിൻ്റനൻസ് കുറവാണ്. ലൈക്ക് അതുകൊണ്ടാണ് ഞാൻ 320D ചൂസ് ചെയ്തത് ഓവർ അതർ വെഹിക്കിൾസ്. പിന്നെ ഒബിയസ്ലി റിയർ വീൽ ഡ്രൈവ് എനിക്ക് ഒന്ന് കറക്കണം എന്നുണ്ട് ഇവിടെ ഇട്ട്. പക്ഷേ നമ്മൾ നാനോ കോട്ടിങ് ചെയ്തുകൊണ്ട് നമ്മൾ റോഷോയിൽ നിന്ന് ചെയ്തല്ലോ നാനോ കോട്ടിങ് ചെയ്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു 2 ആഴ്ചത്തേക്ക് അത് തുടരുന്ന അമ്മമാർ പറഞ്ഞേക്കുന്നത്. കഴുകാൻ പറ്റത്തില്ല, അപ്പോൾ വാഷ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെറുതെ ചെളിയാക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ലൈക്ക് ഇതൊക്കെയാണ് എനിക്കിതിൽ ചെയ്യാൻ തോന്നിയത്. വളരെ പ്രീമിയം ആയിട്ടുള്ള ഇതാണ്. നല്ല യാത്രാസുഖമുണ്ട്, നല്ല കംഫർട്ടബിളാണ്, ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. നമുക്ക് ഭാവിയിൽ ഇനി MGT ഏതൊരു പ്രൊജക്ട് കാറായിട്ട് നമുക്ക് പതുക്കെ ഓരോരോ സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യാം. പിന്നെ വൈകുന്നേരം എൻ്റെ പേരൻസിനെ കാണിച്ചിട്ടില്ല, പപ്പയും മമ്മിയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരം അവർ ചെന്നൈ വരെ പോയി, അവർ എയർപോർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരം പോകുമ്പോൾ ഇവരെ അവിടെ കൊണ്ടുപോകാം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ഷോട്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈക്ക് ഇൻറ്റീരിയർ എന്ത് അടിപൊളിയാണ്, അല്ലെങ്കിൽ എൻ്റെ കളേഴ്സൊക്കെ എന്ത് മാരകമാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതോടെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കും ആ ഒരു ഫീല് കിട്ടുമായിരിക്കും. ലൈക്ക് രാത്രി ഇത് അടിപൊളിയാണ്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവൻ്റെ ഒരു ഫസ്റ്റ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. നല്ല ആക്സലേഷൻ ഉണ്ട്, നല്ല ബ്രേക്കിംഗ് ഉണ്ട്, റിയർ വീൽ ഡ്രൈവ് വണ്ടിയാണ്. ലൈക്ക് ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ഞാൻ മേ ബി ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചാനലിൽ ഫുള്ളായിട്ട് ഇടാം കേട്ടോ.